ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു റൂമിലേക്ക് വേണ്ട സർക്യൂട്ടുകളിൽ അത് ഏതൊക്കെ വയറുകൾ വേണം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഫുൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് പറയുന്നത്. ആദ്യമേ തന്നെ ഒന്നാമത്തെ റൂം സർക്യൂട്ട്. ഈ റൂം സർക്യൂട്ടിൽ അതായത് അത്യാവശ്യം നമ്മുടെ ഒരു മാസ്റ്റർ ബെഡ്റൂമിലാണെങ്കിൽ എന്തൊക്കെ വേണ്ടി വരുമെന്നാണ് നമ്മൾ നോക്കുന്നത്. അടുത്തത് വേണ്ടത് എ സി. ആ റൂം സർക്യൂട്ടിൽ തന്നെ വരുന്നതാണ് എ സി. മൂന്നാമത്തെ ഒരു സെക്ഷനായിട്ട് നമ്മൾ ഹീറ്റർ, ബാത്റൂമിൽ ഹീറ്റർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഹീറ്റർ. ഇത്രയുമാണ് ഒരു കോമൺലി വരുന്ന ഒരു റൂമിലേക്ക് വരുന്ന സർക്യൂട്ടുകൾ. ഫസ്റ്റ് റൂം സർക്യൂട്ട്, രണ്ടാമത് എ സിക്ക് വരുന്ന സർക്യൂട്ട് ഉണ്ടെങ്കിൽ എ സിക്ക്, പിന്നെ ഒരു ഹീറ്ററിൻ്റെ സർക്യൂട്ട് ഉണ്ടെങ്കിൽ ഹീറ്ററിന്. ഇനി റൂം സർക്യൂട്ടുകൾ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഈ റൂം സർക്യൂട്ടുകളിൽ തന്നെ നമുക്കൊന്ന് ഡിവൈഡ് ചെയ്യാം. ഈ റൂം സർക്യൂട്ടുകൾ മെയിനായിട്ട് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നമ്മൾ സാധാരണ പറയുന്ന പോലെ തന്നെ ഒരു സാധാ ഫേസ് ഉണ്ടാവും. അതിന് നമ്മൾ ഫസ്റ്റ് ബ്ലാക്ക്, ആ ഫേസുമായിട്ട് ബന്ധപ്പെട്ടാണ് ന്യൂട്രൽ വരുന്നതിന് ബ്ലാക്ക് വയറാണ് ന്യൂട്രൽ കൊടുക്കുന്നത്. അതായത് മെയിൻ ന്യൂട്രൽ ഒരു 1.5 അല്ലെങ്കിൽ 2.5 ബ്ലാക്ക് നമുക്ക് കൊടുക്കാം. അടുത്ത് വരുന്നത് റെഡ് അതിൻ്റെ ഫേസാണ് വരുന്നത്. ഫേസ് സാധാ ഫേസാണ് വരുന്നത്. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് ഗ്രീൻ. അതാണ് ഒരു സർക്യൂട്ട് വരുന്നത്. ബ്ലാക്ക് ന്യൂട്രലാണ്, റെഡ് ഫേസാണ്, ഗ്രീൻ എർത്തായിട്ട് വരുന്നത്. ഇതാണ് ഒരു റൂം സർക്യൂട്ടിൻ്റെ മെയിനായിട്ട് വരുന്നത്. പിന്നെ നമ്മൾ ഇൻവെർട്ടർ സെക്ഷൻ കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു യെല്ലോ വയർ ഇൻവെർട്ടർ സെക്ഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ വേറൊരു സെക്ഷൻ കൂടിയാണ് മാസ്റ്റർ സെക്ഷൻ. അതായത് മാസ്റ്റർ സെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമും കാര്യങ്ങളും ആയതുകൊണ്ട് മാസ്റ്ററിന് വേണ്ടിയിട്ട് ബ്ലൂവിൻ്റെ ഒരു വയർ. ഇതാണ് സാധാരണ ഒരു കോമൺലി വരുന്ന റൂമിൻ്റെ സർക്യൂട്ട് കാര്യങ്ങൾ, നമ്മൾ ഒരു റൂമിലേക്ക് വലിക്കേണ്ട സർക്യൂട്ടുകൾ. അതായത് ബ്ലാക്ക്, റെഡ്, ഗ്രീൻ, യെല്ലോ, മാസ്റ്റർ. ഇങ്ങനെ 5 വയറുകളാണ് കോമൺലി നമുക്ക് ഒരു റൂമിലേക്ക് വേണ്ടി വരുന്നത്. പിന്നെ ഇത്രയും വയർ, ഏകദേശം 5 വയർ തന്നെ കറക്റ്റായിട്ട് വരുന്നുണ്ട്. ഈ 5 വയർ കറക്റ്റാണ്. അതിനുശേഷം ഇതിപ്പോൾ നമുക്ക് നോക്കുന്നത് അടുത്ത സെക്ഷനിൽ വരുന്നതാണ് എ സി സെക്ഷൻ. എ സിക്ക് വേണമെങ്കിൽ നമുക്ക് 2.5 4 വയറോ വലിക്കാം. എ സിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു ബ്ലാക്ക് വരുന്നുണ്ട്, വയർ വരും. പിന്നെ അടുത്ത സെക്ഷനിൽ എ സി, അടുത്ത സെക്ഷനിൽ ബ്ലാക്ക് വേണമെങ്കിൽ നമുക്ക് റെഡ് വയറിട്ട് വലിക്കാം. ഇനി അതല്ല നമ്മുടെ കയ്യിലുള്ളത് വേറെ കളറുകളാണെങ്കിൽ ഒരു യെല്ലോയും ബ്ലൂ ഇട്ട് വലിക്കാം. ഇതിപ്പോൾ നമ്മൾ സാധാരണ കോമൺലി കൊടുക്കുന്ന കളർ കാണിച്ചു എന്നേ ഉള്ളൂ. ബ്ലാക്ക് വയർ ഒരു 2.5 4 നമുക്ക് കൊടുക്കാം. റെഡ് വയർ, അങ്ങനെ 2 വയർ എക്സ്ട്രാ വരുന്നുണ്ട്. അപ്പോൾ റൂമിലേക്ക് വരുന്ന അടുത്ത സെക്ഷനാണ് ഹീറ്ററിൻ്റെ സെക്ഷൻ. നമുക്ക് വേണമെങ്കിൽ 2.5 കൊടുക്കണമെങ്കിൽ 2.5 കൊടുക്കാം, അല്ലെങ്കിൽ 1.5 ആയാലും പ്രശ്നമൊന്നുമില്ല. 2.5 കൊടുക്കണമെങ്കിൽ 2.5 കൊടുക്കാം. ബ്ലാക്ക് വയർ ന്യൂട്രലാണ് വരുന്നത്. സെപ്പറേറ്റ് തന്നെ ഈ ഹീറ്ററും അതുപോലെ തന്നെ ഈ എ സി, ഇതിനെല്ലാം സെപ്പറേറ്റ് ന്യൂട്രൽ വയർ വലിച്ചു പോകുന്നതിനാണ് ബെറ്റർ. ലോഡ് കാര്യങ്ങളെല്ലാം ഈക്വൽ ചെയ്ത് വരുന്നതിന് സെപ്പറേറ്റ് വലിക്കുന്നതിനാണ് നല്ലത്. ഇനി വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഹീറ്ററിന് വേണമെങ്കിൽ നമുക്ക് ഗ്രീൻ വയർ, അതായത് ഗ്രീൻ വയർ നമ്മൾ ആ റൂമിലേക്ക് കോമൺ ആയിട്ട് വലിച്ചതുകൊണ്ട് അതിൽ നിന്ന് തന്നെ എർത്ത് വയർ ഈ എ സിക്കും ഹീറ്ററിനും നമുക്ക് അതിൽ നിന്ന് കോമൺ ആയിട്ട് എടുത്താൽ മതി. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. അതായത് സാധാ സർക്യൂട്ടിൽ ഒരു 5 വയർ വരുന്നുണ്ട്, എ സിക്ക് 2 വയർ വരുന്നുണ്ട്, ഹീറ്ററിന് 2 വയർ വരുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ ഒരു DBയിൽ നിന്ന് ഒരു റൂമിലേക്ക് നമ്മൾ സർക്യൂട്ട് വലിക്കുന്ന സമയത്ത് ഇത്രയുമാണ് സാധാരണ കോമൺലി വരുന്ന വയറുകൾ. ഇത് നമ്മൾ സെപ്പറേറ്റ് ഇങ്ങനെ വലിക്കുന്നതിൻ്റെ ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സെക്ഷനിൽ, ഇപ്പോൾ എ സിയുടെ സെക്ഷനിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ ആ എ സിയുടെ സെക്ഷൻ ട്രിപ്പാവും. അതുപോലെ തന്നെ നമുക്ക് കംപ്ലയിൻറ്റ് നോക്കാനും എളുപ്പമാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടോട്ടൽ 5 വയർ, പിന്നെ എ സിയുടെ 2 വയർ, ഹീറ്ററിൻ്റെ 2 വയർ, ടോട്ടൽ നമുക്ക് 9 വയറാണ് ഒരു റൂമിലേക്ക് അത്യാവശ്യം സർക്യൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് വലിക്കേണ്ട അത്യാവശ്യ കാര്യങ്ങൾ. നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ കിട്ടിക്കാണും എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. ഇത് ഉപകാരപ്പെടുന്ന ആളുകൾ ഷെയർ ചെയ്യാനും മടിക്കരുത്, ലൈക്ക് ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.